ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്ട്രോണ്ടർ മൂവി മീഡിയ. ഇന്ന് ഇവിടെ റിവ്യൂ അല്ല, റീമേക്ക് കമ്പാരിസൺ ചെയ്യാൻ പോകുന്നത് അയ്യപ്പനും കോശിയും ഇറ്റ്സ് റീമേക്ക് കമ്പാരിസനാണ്. അയ്യപ്പനും കോശിയുടെ റീമേക്ക് ഏതാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരുപാട് റോസ്റ്റ് കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഭീംല നായക് അതെന്തിരോട്ടെ എന്നാൽ ആരംഭിക്കില്ല. ഫസ്റ്റ് റൗണ്ട് ഹീറോസ് പെർഫോമൻസ്. അയ്യപ്പനും കോശി സിനിമയിൽ ഹീറോ ആയിട്ട് അഭിനയിച്ചിരുന്നത് ബിജു മേനോനായിരുന്നു. റീമേക്ക് വെർഷനിൽ, തെലുങ്ക് വെർഷനിൽ പവൻ കല്യാണായിരുന്നു അഭിനയിച്ചിരുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആരുടെ പെർഫോമൻസ് എന്ന് ചോദിച്ചാൽ ബിജു മേനോൻ്റെ എന്ന് ഞാൻ പറയും. കാരണം മറ്റേത് എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അടുത്തത് നെക്സ്റ്റ് സെക്കൻഡ് റൗണ്ട് വില്ലൻസ് പെർഫോമൻസ്. അയ്യപ്പനും കോശിയിൽ വില്ലനായിട്ട് വന്നത് പൃഥ്വിരാജാണ്. മറ്റ് ഭീംല നായക് തെലുങ്ക് വെർഷനിൽ അഭിനയിച്ചിരുന്നത് നമ്മുടെ ബൽബൽ ദേവനാണ്. അതായത് നമ്മുടെ റാണതഗോതി ആയിരുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആരുടെ എന്ന് ചോദിച്ചാൽ പൃഥ്വിരാജ് എന്ന് പറയും. കാരണം അവരുടെ ഒരു ബെസ്റ്റ് വില്ലൻ ക്യാരക്ടറാണത്. അതുകൊണ്ട് പിന്നെ മറ്റേത് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഒരു ആവറേജ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. മീൻസ് തെലുങ്ക് വെർഷനിലുള്ള വില്ലനാണ് എനിക്കൊരു ആവറേജ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഇനി അടുത്തത് ഹീറോയിൻസ് പെർഫോമൻസ് തേർഡ് റൗണ്ട് ആണ്. അയ്യപ്പനും കോശിയിൽ ഹീറോയിനായിട്ട് അഭിനയിച്ചിരുന്നത് ഗൗരി നന്ദ എന്ന് പറയുന്ന ഒരു നടിയായിരുന്നു. ഭീംല നായികയായിട്ട് അഭിനയിച്ചത് നിത്യ മേനോനായിരുന്നു. ഇത് രണ്ടിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഗൗരി നന്ദയുടെയാണ്. കാരണം അതിലെന്ന് പറഞ്ഞാൽ മീൻസ് അതിലെ ഹീറോയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു വുമൻ മീൻസ് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പോരാടുന്ന ഒരാളാണ്. മറ്റേതിൽ ഒരു സാധ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ. അതൊന്നുമില്ല, വേറെ ഹൗസ് വൈഫ്, അത്രേ ഉള്ളൂ ഉദ്ദേശിച്ചത്. രണ്ടും വെച്ച് നോക്കുമ്പോൾ ഒരു നന്ദയുടെ പെർഫോമൻസ് ഈസ് സൂപ്പർ എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുക. ഇനി ഫോർത്ത് റൗണ്ട് പറയാനുള്ളത് സ്റ്റാർട്ടിങ് സീനല്ല, മറ്റേ പോലീസ് സ്റ്റേഷൻ സീൻ ആണ്. എന്താണെന്ന് വെച്ചാൽ അയ്യപ്പനും കോശിയിലും ഭീംല നായകിലും ഒരു പോലീസ് സീനുണ്ട്. അതിൽ നമ്മുടെ വില്ലൻ ക്യാരക്ടേഴ്സിൻ്റെ മൊബൈൽ പരിശോധിക്കുമ്പോൾ അതിൽ ഒരുപാട് വലിയ വലിയ അക്കൗണ്ട് ഫോൺ കോണ്ടാക്ട്സ് ഇരിക്കുന്നതായിട്ട് കാണും. എന്നിട്ട് അത് കണ്ട് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഏതാ എന്നൊക്കെ മനസ്സിലായോ എന്ന് പറയുമ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല ഇല്ല എന്ന് പറയുന്ന ടൈപ്പ് പോയിട്ട് പോണത് സീനുണ്ട്. അത് ഇതിലും ഒരേപോലെയാണ്. പക്ഷെ തെലുങ്ക് വെർഷനിലൊരു ഡിഫറൻസ് ഉണ്ട്. ഡിഫറൻസ് എന്നല്ല, കൂട്ടി വെച്ചിട്ടുണ്ട്. മീൻസ് അങ്ങനെ പറയുമ്പോൾ തന്നെ അയാൾ അവിടെ ഉള്ളൊരു വിലമറ തുറക്കണം. അപ്പം നോക്കുമ്പോൾ ബോട്ട് ക്യാമ്പിളേ ഈ തോക്ക് സോറി തോക്കിൻ്റെ കൂടാരോടെ റൈഫിൾ ക്ലബിൽ പോലും കാണൂലോടെ ഇമാതിരി ഒരു കൂടാരം. ഷോർട്ട് ഗണ്ണ് മുതൽ എല്ലാം പറഞ്ഞ ഹോൾസെയിൽ വിലയ്ക്ക് പലയ്ക്ക് അങ്ങനെ ഒരു സീനുണ്ട്. അപ്പോൾ ഈ സീൻ വെച്ച് നോക്കുമ്പോൾ, പോലീസ് സ്റ്റേഷൻ സീൻ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അയ്യപ്പനും കോശിയിൽ തന്നെയാണ്. കാരണം ഭീംല നായകിൽ അത് കണ്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. എന്താടാ പണി വെച്ചിരിക്കുകയെന്ന് പറഞ്ഞ മാതിരി എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ അയ്യപ്പനും കോശിയിൽ അതൊരു മാസിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന സിനിമയാണ്. അതുകൊണ്ട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഇനി അടുത്തത് ഇൻട്രവൽ ബ്ലോക്കിൻ്റെ കാര്യം പറയാനാണെങ്കിൽ അയ്യപ്പനും കോശിയിൽ ഇൻട്രവൽ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരു
വിൽ മീൻസ് പൃഥ്വിരാജിനെ സഹായിച്ച സാബുവിൻ്റെ കട ജെ സി ബിയും കൊണ്ട് തകർക്കുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് എനിക്കറിയാം കണ്ടിട്ടുണ്ട് എന്നൊക്കെ കണ്ടിട്ട് ഒരു മാസ് ഡയലോഗ് അടിക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾക്ക് മനസ്സിലാവും ഇയാൾ വലിയൊരു ജഗജില്ലാടി എന്നല്ല, ഒരു കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള ഒരാളാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെയാണ് ഇൻ്റർവ്യൂവിൽ വരുന്നത് രണ്ട് സിനിമയിലും. മീൻസ് റീമേക്ക് വെർഷനിലും ഒറിജിനൽ വെർഷനിലും. അപ്പോൾ ഇതിൽ രണ്ടിലും വെച്ച് നോക്കുമ്പോൾ ഒറിജിനൽ വെർഷനിലെ ഇൻ്റർവെൽ സീൻ തന്നെയാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അതുകൊണ്ട് ഓക്കെ വന്ന അയ്യപ്പനെ കുറിച്ച് 5, ഭീമല നായക 0. ഇനി അടുത്തത് ഫ്ലാഷ് ബാക്ക് സീൻ എന്നൊരു സംഭവമുണ്ട്. അത് അയ്യപ്പനെ കോശിയിൽ അതൊരു സീൻ കാണിക്കുന്നില്ല, അതെന്താണ് ഫ്ലാഷ് ബാക്ക് എന്നുള്ളത് കാണിക്കുന്നില്ല. എന്നാൽ അത് റീമേക്ക് വെർഷനിൽ കാണിച്ചപ്പോൾ അത് സെൻറ്റിമെൻ്റ് ആണോ കോമഡിയാണോ ഇല്ലെങ്കിൽ അത് മാസാണോ ഉദ്ദേശിച്ചെന്ന് ഒരു വകയും മനസ്സിലാവില്ല. അമ്മാതിരി ഇരിക്കണ ഒരു ഫ്ലാഷ് ബാക്ക്. അതിൽ ഇങ്ങനെയാണോ ചവിട്ടിയപ്പെന്ന് അതിൽ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ മേളിലോട്ട് എയറിലോട്ട് കറങ്ങി ഇയാളുടെ കയ്യിലോട്ട് എത്തണം, മറ്റേ ഷോർട്ട് ഗണ്ണൊക്കെ. എന്നിട്ട് ഒരുത്തൻ്റെ വെടി വെച്ചപ്പോഴത്തേക്ക് ഒരുത്തൻ്റെ അടുത്ത് ഈ ശവായി കഴിച്ചുകൊണ്ടിരുന്ന ഒരുത്തന് ശവായി എൻ്റെ രക്തം തെറിക്കുമ്പോൾ ആൾ ബോധം കെട്ടി വീഴണം. അങ്ങനത്തെ ഒരു ഊള സീനാണിത്. പിന്നെ ഒരുത്തൻ്റെ പല്ല് വരത്തേക്കത്തിൻ്റെ ഒക്കെ കാണിക്കുന്നുണ്ട്, അതൊക്കെ പൊളിഞ്ഞ് കയറും. അമ്മാതിരി ഒരു ഊളത്തരമാണത്. ഞാൻ പറയാൻ തരുന്നതാണ്, പ്ലീസ് ഒന്ന് മനസ്സിലാക്കണമുണ്ട്. അറിയണ്ടെന്ന് വിചാരിച്ചാണ്, പക്ഷെ പറഞ്ഞേ തീരും. ദിസ് ഈസ് എ റീമേക്ക് കമ്പാരിസൺ, നോട്ട് അതർ. അതുകൊണ്ട് ഇത് രണ്ടും വെച്ച് നോക്കുമ്പോൾ അയ്യപ്പനും കോശിക്ക് ഞാൻ വീണ്ടും മാർക്ക് കൊടുക്കുകയാണ്. അതുകൊണ്ട് അയ്യപ്പനും കോശി സെറ്റ്, ഭീമല നായക 0. ഇനി അടുത്തത് BGM ആൻഡ് സോങ്സ് 7th and 8th. ഇതിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ സോങ്സ് വൈസ് അയ്യപ്പനും കോശിയും സൂപ്പർബാണ്. മറ്റേതിൽ കുഴപ്പമില്ല, ഒരു അവറേജ് സോങ്സാണ്. തെലുങ്ക് വെർഷനിൽ മീൻസ് റീമേക്ഡ് വെർഷനിലുള്ളത്. BGM വൈസ് വെച്ച് നോക്കുമ്പോൾ രണ്ടിലേയും സൂപ്പർബാണ്. പക്ഷെ കൂടുതലായിട്ട് എനിക്ക് സോങ്സ് വൈസ് അയ്യപ്പനും കോശിത്തെയും BGM വൈസ് ഭീമല നായികയിലാണ് ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് അയ്യപ്പനും കോശി 7, ഭീമല നായിക 1. ഇനി അടുത്തത് വില്ലൻ്റെ നായിക. വില്ലൻ്റെ നായിക എന്ന് പറയണം, ഇതിനൊന്നും ഞാൻ പറയാതിരിക്കണത് നല്ലത്, എന്നാലും ഞാൻ പറയാണ്. അയ്യപ്പനും കോശിയിൽ മീൻസ് പൃഥ്വിരാജിൻ്റെ നായിക എന്ന് പറയുന്നത് അന്യരാജനാണ്. നിങ്ങൾക്കറിയായിരിക്കും, കുറച്ച് ഊളത്തി എന്നാണ് ഞാൻ വിളിക്കാറുള്ളത്. അവരൊക്കെ ഒരു ചളിയെത്തി, അതാണ് ഉദ്ദേശിച്ചത്. മറ്റേതിൽ മീൻസ് റീമേക്ക് വെർഷനിൽ റാണ തകുതിയാണ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ റാണ തകുതിയുടെ ഭാര്യ മീൻസ് നായികയായിട്ട് വന്നിരിക്കുന്നത് സംയുക്ത മേനോനാണ്. ഇത് രണ്ടും വെച്ച് നോക്കുമ്പോൾ സംയുക്ത മേനോൻ ഈസ് ബെറ്റർ ദാൻ അന്യരാജൻ എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് അയ്യപ്പനും കോശി 7, ഭീമല നായക 2. പിന്നെ എനിക്ക് പറയാനുള്ളത് വില്ലൻസ് അപ്പൻ ക്യാരക്ടർ 10th റൗണ്ടാണ്. 7 വില്ലൻസ് അപ്പൻ ക്യാരക്ടർ. ഇതിൽ ഇപ്പോൾ അയ്യപ്പനും കോശിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, വില്ലനായിട്ട് അഭിനയിച്ചത് പൃഥ്വിരാജാണ്. അയാളുടെ അച്ഛനായിട്ട് അഭിനയിച്ചത് രഞ്ജിത്തേട്ടനാണ്. മീൻസ് പഴയകാല ഡയറക്ടറാണ് അദ്ദേഹം. ഇപ്പോൾ അഭിനയിക്കുന്നുണ്ട്, അദ്ദേഹമാണ് ചെയ്തത്. പിന്നെ റീമേക്ക് വെർഷനിൽ റാണന്തപതി വില്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിൽ അയാളുടെ അച്ഛനായിട്ട് അഭിനയിച്ചിരുന്ന സാമുദ്രികനിയാണ്. പക്ഷെ രണ്ടും നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം രഞ്ജിത്തേട്ടൻ്റെ അടുത്താണ്. കാരണം
ഒരു മാസ് ഡയലോഗ് എടുത്ത് കസറിയായിരുന്നു. പക്ഷെ മറ്റേ ആൾ കുറച്ച് പേടിത്തൊണ്ടനാണോ എന്നൊരു സംശയം വന്നു. ആദ്യമൊക്കെ മാസ് ഡയലോഗ് ആയിരുന്നു, പിന്നെ എങ്ങനെ പേടിത്തൊണ്ടനായി. അങ്ങനത്തെ ടൈപ്പ്. കറ പറഞ്ഞാൽ ശരിയായിരിക്കും, എന്തെന്നാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് അയ്യപ്പനെ കോശി 8, ഭീംല നായക 2. ഇനി അടുത്തത് ക്ലൈമാക്സ് ഫൈറ്റ്. ക്ലൈമാക്സ് ഫൈറ്റിൽ അയ്യപ്പനങ്കോശിയുടെ ക്ലൈമാക്സ് ഫൈറ്റ് ഫസ്റ്റ് പറയാം. അയ്യപ്പനങ്കോശിയുടെ ക്ലൈമാക്സ് ഫൈറ്റിൽ നമ്മുടെ ബിജു മേനോൻ പൃഥ്വിരാജിൻ്റെ ഇവിടെ പിടിച്ചിട്ട്, മീൻസ് ഈ ഒരു സൈഡിൽ പിടിച്ചിട്ട് ട്രക്കിയുടെ അവിടെ, ട്രക്കി ആ സൈഡാണെന്ന് തോന്നുന്നു, ട്രക്കിയുടെ അവിടെ എന്തോ പിടിച്ചിട്ട് ഇങ്ങനെ മുറുക്കി പിടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങേർക്ക് ശ്വാസം മുട്ടുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലീസുകാരൊക്കെ എടുത്തിട്ട് ഒരു കള്ളം പറഞ്ഞിട്ട് അയാളെ കസ്റ്റഡിയിൽ ഇടുന്നുണ്ട്. അങ്ങനെ ഒരു സീനുണ്ട്. എന്നിട്ട് അങ്ങനെ ജയിലിൽ നിന്ന് ഇറങ്ങുന്നു. ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ കട്ടപ്പനയിലോട്ട് പോസ്റ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ കട്ടപ്പനയിലോട്ട് ഇട്ട്, എന്നിട്ട് പൃഥ്വിരാജും ബിജു മേനോനും ഇങ്ങനെ വീണ്ടും എൻ്റെ പേര് ഇങ്ങനെയാണ് എന്ന് രണ്ടുപേരും പറഞ്ഞിട്ട് കൈ കൊടുക്കുന്നു. അങ്ങനെയാണ് സിനിമ അവസാനിക്കുന്നത്. അയ്യപ്പൻകോശി. ഇനി തെലുങ്കിലോട്ട് വരാം. തെലുങ്കിൽ ഈ ട്രക്കിയിൽ പിടിക്കണം. ട്രക്കിയിലാണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ആ സംഭവമൊന്നുമില്ല, ഇത് കൈയാണ്. മീൻസ് കൈ ഇപ്പം നമ്മുടെ കൈ ഈ സൈഡായിട്ട്, എവിടെ ഈ സൈഡിലായിട്ട് ആരെങ്കിലും ചവിട്ടിയിട്ട് കൈ ഓടിക്കാൻ നോക്കിയെന്ന് വിചാരിച്ചാൽ എന്ത് പറ്റും? കൈ ഓടിഞ്ഞ് 2 ആഴ്ച വീട്ടിൽ കിടക്കാം. അങ്ങനെ ആയിരിക്കും ഇതിലും. അങ്ങനെ തന്നെ ചെയ്യണത്. ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ മറ്റേ പാവം കല്യാണം ഒറ്റ ചവിട്ടി ഇങ്ങേരുടെ ഈ സൈഡിലോട്ട്. അപ്പോൾ അങ്ങേരുടെ കൈ അടിക്കാൻ നോക്കുമ്പോഴത്തേക്കും മറ്റേ സംയുക്ത വരും. അപ്പോൾ സംയുക്ത ഫ്ലാഷ് ബാക്ക് എറിയും. ഫ്ലാഷ് ബാക്കിന് ഞാൻ ഫ്ലാഷ് ബാക്ക് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇങ്ങനെ അയ്യോ എൻ്റെ അനിയത്തി നിൻ്റെ ഭർത്താവാണ്, ഈ തെട്ടീരെയാണോ കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തെറിവിട്ടൊക്കെ ഉണ്ട്. എന്നിട്ട് അയാളുടെ പാട്ടിന് പോകും. അയാൾ അവിടെ വിട്ടിട്ട് പോകും. എന്നിട്ട് അടുത്ത് അതിൽ അങ്ങേരുടെ സ്ഥലത്തോട്ട് അങ്ങേർക്ക് ട്രാൻസ്ഫർ കിട്ടി. മീൻസ് പ്രമോഷൻ, അങ്ങേര് ജോലിക്ക് വാങ്ങിച്ചു പറ്റിയ ട്രാൻസ്ഫറാണ്. അങ്ങനെ വാങ്ങിച്ചിട്ട് അങ്ങേര് രണതകുപതിയും മീൻസ് വില്ലൻ രണതകുപതിയും ഇങ്ങേര് എൻ്റെ പേര് ഇങ്ങനെയാണെന്ന് പറയണു. പിന്നെ ഇങ്ങേരും മീൻസ് പവൻ കല്യാണം എൻ്റെ പേര് ഇങ്ങനെയാണെന്ന് പറയുന്നത്. എന്നിട്ട് കൈ കൊടുക്കുന്നത്, പടം തീരുന്നു. രണ്ടിലും ഒരേ ക്ലൈമാക്സ്, പക്ഷെ കുറച്ച് ഡിഫറൻസ് ഉണ്ട് മാത്രം. പക്ഷെ ക്ലൈമാക്സ് വൈസ് നോക്കുമ്പോൾ അയ്യപ്പൻകോശി സൂപ്പർ. മറ്റേ ക്ലൈമാക്സ് എനിക്ക് അതെന്താണ് കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്തത്. കൈ കൊടുക്കുന്നത് ഓക്കെ, ബാക്കിയുള്ളതൊന്നും എനിക്ക് അത്ര ഫീൽ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് അതുകൊണ്ട് അയ്യപ്പൻകോശിയും ഞാൻ ഭീംല നായക 2 ആൻഡ് അവസാനം എനിക്ക് ഇത് ഈ 2 റീമേക്ക് ഒറിജിനൽ വേഴ്സസ് റീമേക്ക് എന്ന കാര്യത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒറിജിനലാണ്. മീൻസ് അയ്യപ്പൻകോശിയാണെന്നാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഭീംല നായക എന്ന സിനിമ റീമേക്ക് എന്ന നിലയിലും ഒരു പടം എന്ന നിലയിലും കണ്ടുകൊണ്ടിരിക്കാനേ പറ്റൂല. ചില കാര്യങ്ങളിൽ മാത്രം കണ്ടുകൊണ്ടിരിക്കും. കാരണം സംയുക്ത മേനോനെ അവിടെ പെർഫോമൻസും കണ്ടുകൊണ്ടിരിക്കും, പിന്നെ മറ്റേ കൈ കൊടുക്കുന്ന സീനും കണ്ടുകൊണ്ടിരിക്കും. എന്നല്ലാതെ പിന്നെ BGM കേട്ടോണ്ടിരിക്കുക, അല്ലാതെ വേറെ ഒന്നുമില്ല സാധനത്തിൽ. പിന്നെ കുറച്ച് പാട്ടുകളൊക്കെ ഉണ്ട്. വലിച്ചു വാരി ഒരു പാട്ട് കൂട്ടി വെച്ചിട്ടുണ്ട്. അതൊക്കെ കുഴപ്പമില്ലെന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ അതിൽ ഫാൻസി ഡ്രസ്സ് ഉണ്ട് മോനെ, സഹിക്കാൻ പറ്റൂല. അതെന്തോട്ടെ എന്തിലോട്ടെ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് അമർത്തി സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ബൈ ബൈ, തൽറ്റ വസ്കസ്.